അങ്ങനെ ഇന്നലത്തെ നമ്മുടെ പെഹൽഗാം യാത്രയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് സോനാമാർഗ് അതുപോലെ തന്നെ 0 പോയിൻ്റ് ആ ഭാഗത്തോട്ടാണ്. അങ്ങനെ ഞങ്ങൾ സാധാരണ ദാരിലേക്കിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു നേരെ സോനാമാർഗിലോട്ട്. അങ്ങനെ യാത്രകളുടനീളം അത്യാവശ്യം നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. നല്ല അടിപൊളി വീടുകൾ, നല്ല ഗോതമ്പ് വിളയുന്ന പാടങ്ങൾ, അങ്ങനെ ഉള്ള യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ആദിൽ ഭായ് ഹോണിന് യാതൊരു പഞ്ഞവും വരുത്തിയിരുന്നില്ല. നാട്ടുകാരെ മുഴുവനും കാതുകളൊക്കെ അടപ്പിച്ചങ്ങാണ്ടുള്ള ഹോണടിയും കാര്യങ്ങളും അതെന്തായാലും അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ സാധാരണ വഴിയരികിൽ കൂടിയൊക്കെ നല്ല മിലിറ്ററിയുടെ ചെക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ എല്ലാവരും ഇങ്ങനെ ചാണക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങളങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല വീടുകൾ, മറ്റേ ചില ഭാഗങ്ങളിലൊക്കെ നല്ല അടിപൊളി നല്ല ടെറസ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഭാഗത്തൂടെയൊക്കെ നമ്മുടെ മരങ്ങൾ കൊണ്ടും പട്ടിക കൊണ്ടൊക്കെ വെച്ചുണ്ടാക്കിയ വീടുകൾ, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി കണ്ട് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കണ്ട് തീരുമാനിച്ച് ഏകദേശം സോനാമാർഗൊക്കെ എത്തുന്നതിൻ്റെ മുൻപ് ഞങ്ങൾ ചായ കുടിക്കാൻ ഒരു ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ നിർത്തി. അവിടുന്ന് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് അമീദാക്ക, ഞങ്ങൾ പിന്നെ 3 ആൾ 4 ആൾ, പിന്നെ വേറെ പുറത്തുനിന്ന് വേറെ 2 ആൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വാഹനത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും സഞ്ചരിച്ചത്. അങ്ങനെ ചായക്കുടിക്ക് ശേഷമൊക്കെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഏകദേശം ഇങ്ങനെ നമ്മളിങ്ങനെ മല കയറാൻ നിർത്തി കേട്ടോ. ഇത് പറയുന്നത് നമ്മുടെ നേരെ കാർഗിൽ ലഡാക്ക് റോഡ് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോകണു. നമ്മുടെ ജില്ലാ പാസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്തു കൂടി തന്നെയാണ്. ഒരു പുതിയ ടണലിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ നല്ല അടിപൊളി പുഴകൾ, ആ വെള്ളത്തിൻ്റെ നിറങ്ങൾ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ നാട്ടിലൊന്നും കാണുന്ന മാതിരിക്കുള്ള ഒരു നിറം കാര്യങ്ങളൊന്നുമല്ല, നല്ല നിറവ്യത്യാസമുണ്ട്. പിന്നെ നല്ല സിനിമകളൊക്കെ കാണുന്ന മാതിരിക്കുള്ള നല്ല അടിപൊളി മരങ്ങളും കാര്യങ്ങളൊക്കെ. എന്തായാലും ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആദിൽ ഭായ് അങ്ങനെ ഫോണുകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഏകദേശം സോനാമാർഗിലെത്തി കേട്ടോ. സോനാമാർഗിൻ്റെ ആ ഒരു എന്താ പറയുക എടുത്ത് കാണിക്കണ റോഡും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഞങ്ങൾ മഞ്ഞ് അതായത് ഐസ് കാണാൻ വേണ്ടിയാണ് കാര്യമായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ സോനാമാർഗിൽ വെറും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ തരുന്ന പിന്നെ 0 പോയിന്റിലോട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. 0 പോയിന്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സോനാമാർഗിൽ നമ്മൾ വേറെ വാഹനം എടുത്ത് പോകണം. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ കാർഗിലിൻ്റെ അങ്ങോട്ടാണ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അല്ല എന്നുണ്ടെങ്കിൽ ഈ സോനാമാർഗ് 0 പോയിന്റിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വാഹനം എടുക്കണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ടാക്സിക്കാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഡ്രൈവറിനോട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കാർഗിൽ പറഞ്ഞുകൊണ്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ ഇതാണ് സോജില്ല ടണലും കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടണൽ വന്നു കഴിഞ്ഞാൽ ഇനി ഏത് കാലാവസ്ഥയിലും ഇവിടുന്ന് താഴെ നിന്ന് മുകളിലോട്ട് പോകാൻ കഴിയും. കാരണം ഇതിപ്പോൾ തണുപ്പ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ വർക്ക് നടക്കണതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ വളരെ മോശമാണ് റോഡും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരാൾ നടന്നുങ്ങാണ്ട് പോകണം, ആളെയൊക്കെ സമ്മതിക്കണം. അങ്ങനെ ഒരുപാട് ചരക്ക് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അതാക്കണത് കാർഗിൽ ഭാഗത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് 0 പോയിന്റ് ലക്ഷ്യമാക്കിക്കൊണ്ട്. നല്ല അടിപൊളി കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പാണ് കാര്യമായിട്ടുള്ളത്. കാരണം തണുപ്പ് സീസൺ അങ്ങനെയല്ല, ഐസിൻ്റെ സീസണും കാര്യങ്ങളൊന്നുമല്ല. കണ്ടോ, ആ മലയുടെയൊക്കെ ഏറ്റവും ടോപ്പിലൊക്കെയാണ് കുറച്ച് ഐസ് കാണാൻ കഴിയുന്നത്. ഏകദേശം നമ്മൾ അങ്ങോട്ടൊക്കെ പോകാൻ കരുതിയിട്ടുള്ളത്. പോകുന്ന വഴികളിലൂടെയൊക്കെ തന്നെ നല്ല ആടിനെ മേച്ചും പോണ ആളുകളുണ്ട്. കാണാൻ തന്നെ ഭയങ്കര രസം. ഈ ചെമ്മരി ആടുകളെ കാണാൻ നല്ല നല്ല വലിയ വലിയ ആടുകളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ഭായ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ 0 പോയിന്റിലോട്ടല്ല കാർഗിലോട്ടാണ് പോകുന്നത്, ഇനി തിരിച്ചു വരുമ്പോൾ ആരെയും ചോദിക്കണമെങ്കിൽ തന്നെ കാർഗിൽ പോയി വരാമെന്ന് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെയൊക്കെ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളങ്ങനെ ആളുടെ നിർദ്ദേശം കേട്ടും പിന്നെ അയാൾ കുറേ കാര്യങ്ങളങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടും പിന്നെ ആളുടെ കുറേ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ കയറ്റം കയറുന്നതനുസരിച്ച് നമുക്ക് ഭയങ്കര എന്താ പറയുക ബ്രേത്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ
നമ്മുടെ ഒരു ആഗ്രഹം അത് നിറവേറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കണ്ട് അങ്ങനെ പോവാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഏത് സമയത്തും ഇങ്ങനെ ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ റോഡ് പണിന്ന് സംഗതി എടുക്കുന്നത് നമ്മുടെ സാധാ ആളുകളൊന്നല്ല, ഫുള്ള് മിലിറ്ററിൻ്റെ ആളുകളാണ് ഇവിടെ ഫുള്ള് വർക്കും കാര്യങ്ങളും എടുക്കുന്നത്. ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, താഴത്തുനിന്ന് മുകളിലോട്ട് പോവാണ്. അതായത് മിലിറ്ററിൻ്റെ ആളുകളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിത് കൂടി ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ വീടുകളും കാണാൻ നല്ല രസമായിരുന്നു. പോകുന്ന ഭാഗത്തൂടെ കുറേ ടെമ്പിൾ, കുറേ ഒന്നുമില്ല, ചില ഭാഗത്തൂടെയൊക്കെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്ത് ഞങ്ങളൊന്ന് ഇറങ്ങി 1-2 വ്യൂ പോയിൻ്റൊക്കെ കണ്ടു നോക്കുമ്പോൾ അവിടുന്ന് കുറച്ച് നേരം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തും കണ്ട് ഞങ്ങളിങ്ങനെ ഇതിലൂടെ പോകുന്ന ചരക്ക് വാഹനങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം നല്ല അപാര ധൈര്യം വേണം, പിന്നെ അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസും വേണം. കാരണം ഏത് സമയത്താണ് ഇടിഞ്ഞു വീഴുക ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് അവസ്ഥകളും കാര്യങ്ങളൊക്കെ. ഒരു മഴയൊക്കെ പെയ്താണ്ടല്ലോ, നമ്മൾ ചെല്ലുന്നതിൻ്റെ കുറച്ച് മുൻപാണ് ഇവിടെ ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ വഴിയിലൊക്കെ ഇങ്ങനെ ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ സോജില്ല വാർ മെമ്മോറിയലിൻ്റെ അവിടെ എത്തിട്ടോ. കാരണം ഇവിടെ വന്നിട്ട് വേണം നമുക്ക് തിരിച്ചങ്ങോട്ട് ഇറങ്ങാനുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പാറി പറക്കണത് കാണാൻ തന്നെ എന്താ രസം എന്നറിയോ? ആ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു കോരിത്തെരിപ്പാണ് അങ്ങനെ കാണുമ്പോൾ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഭാഗത്തു കൂടി ഇപ്പോഴത്തെ ഭരണാധികാരികൾ വരും കാലങ്ങളിൽ എല്ലാം അവരുടെ കാൽ കീഴിലാക്കാൻ വേണ്ടി കണ്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെന്തായാലും കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി. എന്നിട്ട് അവിടുന്ന് നല്ലൊരു അരുവിയും കാര്യങ്ങളൊക്കെ കണ്ട് നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നുങ്ങാണ്ട് കുറച്ച് ഫോട്ടോസും റീൽസിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്ത് നമ്മുടെ 0 പോയിന്റിലോട്ട് തിരിച്ചു പോരാൻ, അതായത് ഈ ഭാഗത്ത് നിന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞാലാണ് നമുക്ക് 0 പോയിന്റിലോട്ട് എത്തുക. അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ, തിരിച്ചിറങ്ങാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞേക്ക് ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. മറ്റേ എന്താ പറയുക, തിരിച്ചു വരുന്ന സമയത്ത് തന്നെ കുറേ റൈഡേഴ്സിനെ കണ്ടു. അതേമാതിരി തന്നെ കുറേ ആടിനെ മേക്കാൻ പോണ ആളുകൾ. ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുക ഒരു വേറെ വൈബ് തന്നെയാണ്. നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ റെൻറ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വരുന്ന വഴിയിലൊക്കെ അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഉരുക്കിക്കാണ്ടുള്ളതാണ്, വേറെ ഒന്നുമല്ല. കണ്ടോ ആ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ ഐസ് ഉരുക്കിക്കാണ്ടാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ 0 പോയിന്റിലെത്തി. കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഐസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായിരുന്നു. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടേ, കഴിഞ്ഞ ദിവസം രാത്രി മഴ പെയ്തും കണ്ട ആ പാടെ ചളി വലിച്ചിറങ്ങിയിരുന്നു. കണ്ട ഐസിൻ്റെ കോലം കണ്ടോ? അങ്ങനെ ഏതായാലും ഞങ്ങൾ കുറച്ച് ഐസൊക്കെ കുത്തിങ്ങാണ്ട് അതിൽ കളിച്ചിങ്ങാണ്ട് കുറച്ച് ചെളിയൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് അതിൽ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഭയങ്കര കട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനും ഷിബും എന്താ പറയുക, കുറച്ച് റീൽസിന് വേണ്ടി കണ്ടുള്ള ബുദ്ധിമുട്ടിലാട്ടോ അതൊക്കെ. കൈയൊക്കെ ഭയങ്കര തണുത്തുറച്ചിങ്ങാണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ റീല് കാണില്ലേ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ റീലിന്റെ ബാക്കിലുള്ള പരിപാടികൾ. ഇതാണ് ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത്. പറ്റിയതല്ലോ പുന്നാരപ്പന്റെ മൂടോക്കിട്ട് അവര് മൂടിക്കപ്പട ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പിടിക്കാത്തതുകൊണ്ട് തന്നെ ആപ്പാടെ ചുമയും കാര്യങ്ങളൊക്കെ തുറത്തിയിരുന്നുണ്ട്. എല്ലാവരും ടയേർഡായിരുന്നു.
അപ്പോൾ കൂടുതൽ സമയമൊന്നും ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി നമ്മൾ നിന്നില്ല. നമ്മൾ വേഗം വീണ്ടും ശ്രീനഗറിലോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ച്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചും കണ്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം.